ആരോഗ്യദീപ്തി. വെളിച്ചമേ നയിച്ചാലും സമഗ്ര നേത്രാരോഗ്യ പ്രക്ഷേപണ പരമ്പര. ഇന്ന് ലാസിക് റിഫ്രാക്റ്റീവ് ഐ സർജറി ഈ വിഷയത്തെക്കുറിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ ഒപ്റ്റോമെട്രിസ്റ്റ് MT ഫിനുഷയുമായി അഭിമുഖം. നമസ്കാരം. നമസ്കാരം. ആരോഗ്യദീപ്തിയിൽ നമ്മൾ ചർച്ച ചെയ്തു വരുന്നത് നേത്രാരോഗ്യത്തെക്കുറിച്ചാണ്. നമ്മുടെ ഇന്നത്തെ വിഷയം ലാസിക്. ലാസിക് എന്ന് പറയുമ്പോൾ കണ്ണടകളിൽ നിന്നും കോണ്ടാക്ട് ലെൻസുകളിൽ നിന്നും സ്വാതന്ത്ര്യം നേടാനായി ഒരു വ്യക്തിക്കുള്ള ഒരു മാർഗം എന്ന് തന്നെ പറയാം, അല്ലേ? തീർച്ചയായും. കണ്ണടയും കോണ്ടാക്ട് ലെൻസും ഉപയോഗിക്കുന്നവരിൽ അവരുടേതായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം അതെല്ലാം ഒഴിവാക്കി അതിൽ നിന്നൊരു പൂർണ്ണ മോചനം തന്നെയാണ് ഈ ശസ്ത്രക്രിയയിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഈ ലാസിക്? നമ്മുടെ കണ്ണിലെ മുന്നിലുള്ള വളരെ സുതാര്യമായ ഒരു ഭാഗമാണ് നേത്രപടലം അഥവാ കോർണിയ എന്ന് പറയുന്നത്. നമ്മൾ ഈ കോർണിയയിൽ ചെറിയൊരു ഫ്ലാപ്പ് ഉണ്ടാക്കി ലേസർ ഉപയോഗിച്ച് കോർണിയയുടെ ഷേപ്പിൽ വ്യത്യാസം വരുത്തി കാഴ്ചക്കുറവിനെ പരിഹരിക്കുന്ന നൂതന ശസ്ത്രക്രിയാ രീതിയാണ് ലാസിക് അഥവാ ലേസർ ഇൻസിറ്റ്യൂ കെരട്ടോമില്യൂസിസ് എന്ന് പറയുന്നത്. ഈ ലാസിക് ചികിത്സ തന്നെ, ഈ ശസ്ത്രക്രിയ പലതരം കാഴ്ചക്കുറവുകൾക്ക് വേണ്ടി നടത്തി വരുന്നുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും. ഈ ലാസിക് എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് സർജറിയാണ്. മയോപ്പിയ അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയ അല്ലെങ്കിൽ അസ്റ്റിഗ്മാറ്റിസം പോലെയുള്ള കാഴ്ച തകരാറുകൾക്കാണ് നമ്മൾ ലാസിക് ചെയ്യുന്നത്. അല്ലാതെ ജനങ്ങളിലുള്ള പൊതുവെ ഒരു സംശയമാണ് നമ്മുടെ നേത്രരോഗങ്ങളായിട്ടുള്ള ഗ്ലോക്കോമ, തിമിരം, ഡയബറ്റിക് റെറ്റിനോപ്പതി പോലെയുള്ള നേത്രരോഗങ്ങൾക്കല്ല നമ്മളിത് ചെയ്യുന്നത്. റിഫ്രാക്റ്റീവ് സർജറി ആയതുകൊണ്ട് തന്നെ കാഴ്ച വൈകല്യങ്ങൾ അവയ്ക്കാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതിന് ഒരു പ്രത്യേക ഏജ് ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. ഏത് പ്രായത്തിലാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്? നമുക്കൊരു 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള ആരിലും നമുക്ക് ലാസിക് ചെയ്യാം. അതിന് ഒരുപാട് ക്രൈറ്റീരിയകളുണ്ട്. ലാസിക് ചെയ്യുന്നതിന് മുമ്പേ ശ്രദ്ധിക്കേണ്ട ക്രൈറ്റീരിയകളുണ്ട്. എന്നാലും 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള ഒരാൾക്ക് ലാസിക് ചെയ്യുന്നതിനെ പറ്റിയിട്ട് വേണമെങ്കിൽ ആലോചിക്കാം. ഒരാൾ ലാസിക് ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ അവരുടെ പ്രായം, മെഡിക്കൽ ചരിത്രം എന്നിവയൊക്കെ നോക്കേണ്ടി വരുമല്ലോ. തീർച്ചയായിട്ടും. നമ്മൾ ലാസിക് ചെയ്യുന്നതിന് മുമ്പ് ഒരു നേത്രരോഗ വിദഗ്ധരെ കണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നമുക്ക് അത് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ലാസിക് ചെയ്യുമ്പോൾ ഏത് പ്രായക്കാരിലാണ് കൂടുതലായിട്ട് ചെയ്തു വരുന്നത്? 18 വയസ്സ് പൂർത്തിയായവരിലാണ് നമ്മൾ ലാസിക് ചെയ്യാം. അതിൻ്റെ ഒരു സേഫ് ഏജ് എന്ന് പറയുമ്പോൾ ഒരു 25 മുതൽ 40 വയസ്സ് വരെയുള്ള ആളുകൾ ലാസിക് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ഉത്തമമായിട്ടുള്ള ഒരു ഏജ് എന്ന് പറയുന്നത്. എന്തായാലും 18 വയസ്സ് പൂർത്തിയാവണം. തീർച്ചയായിട്ടും 18 വയസ്സ് എന്തായാലും പൂർത്തിയായിരിക്കും. ഞങ്ങൾ ഒരു വിദഗ്ധനെ കണ്ട് ഒരു ലാസിക് ശസ്ത്രക്രിയ നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ നമ്മളും അതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പറഞ്ഞല്ലോ 18 വയസ്സ് കഴിഞ്ഞ വ്യക്തിയിലാണ് ലാസിക് ചെയ്യുന്നതെന്ന്. ഈ 18 വയസ്സിന് ശേഷം നമ്മളൊരു 6 മാസം മുതൽ 1 വർഷം വരെ നമ്മൾ റിഫ്രാക്ഷൻ നോക്കുന്ന സമയത്ത് നമ്മുടെ പവറിൽ മാറ്റമൊന്നും ഇല്ല. കണ്ണട ഇങ്ങനെ ചേഞ്ച് ആക്കിക്കൊണ്ടൊന്നും ഇരിക്കേണ്ട. സെയിം പവർ തന്നെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ ഒരു കടമ്പ നമ്മൾ അവിടെ കടന്നു കഴിഞ്ഞു. പിന്നീട് നമ്മൾ പറഞ്ഞല്ലോ കോർണിയയിൽ ഒരു ഫ്ലാപ്പ് ഉണ്ടാക്കി കോർണിയയുടെ ഷേപ്പിലാണ് വ്യത്യാസം വരുത്തുന്നത്. അപ്പൊ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു കോർണിയ ഉണ്ടായിരിക്കണം എന്നുള്ളത് തന്നെയാണ്. നമുക്ക് സർജറി ചെയ്യാൻ പാകത്തിലുള്ള കട്ടി കോർണിയക്ക് ഉണ്ടോ, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും കോർണിയൽ ഡിസീസ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നോക്കി നമ്മുടെ കോർണിയ ഹെൽത്തി ആണെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് ലാസിക് ചെയ്യാൻ പാടുള്ളൂ. നേരത്തെ പറഞ്ഞത് പ്രകാരം 18 വയസ്സാവണമെന്ന് പറഞ്ഞു. അപ്പോൾ ജന്മനാ തന്നെ കാഴ്ച വൈകല്യത്തോടു കൂടെ ജനിക്കുന്ന ഒരു കുട്ടിക്ക് 18 വയസ്സ് വരെ കാത്തിരുന്ന് ഈ ലാസിക് ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ കാഴ്ച തിരിച്ചെടുക്കാൻ പറ്റുമായിരിക്കും, അല്ലേ? തീർച്ചയായിട്ടും തിരിച്ചെടുക്കാം. ഒരു 95% ആളുകളിലും വിഷൻ 6/6 അഥവാ നോർമൽ വിഷൻ എന്ന് പറയുന്നത് 6/6 ആണ്. അത് ഉണ്ടാവാറുണ്ട്. വളരെ കുറഞ്ഞ ശതമാനം ആളുകളിൽ ചിലപ്പോൾ ഓവർ കറക്ഷനോ അണ്ടർ കറക്ഷനോ എല്ലാം വരാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് കണ്ണട ഒഴിവാക്കുന്ന രീതിയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. എങ്കിലും 40 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ കണ്ണിനകത്ത് സംഭവിക്കും. അതാണ് നമ്മൾ വെള്ളെഴുത്ത് അഥവാ പ്രസ് ബയോപ്പിയ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത് കാണാനുള്ള വിഷമം നമ്മൾ പറയാറുണ്ടല്ലോ, പത്രം വായിക്കുമ്പോൾ വിഷമം. 40 കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഇത് കൂടുതലായിട്ട് കണ്ടു തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു പ്രായത്തിൽ ഒരു പക്ഷെ നമുക്ക് വെള്ളെഴുത്തിനോ ഗ്ലാസ് തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. 40 വയസ്സ് വരെ ലാസിക് ചെയ്യാന്ന് പറഞ്ഞല്ലോ. അതിനിടക്ക് ചെയ്തു കഴിഞ്ഞാല് നമുക്ക് പിന്നീട് കണ്ണട ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു ചെറിയ ശതമാനം ആളുകളിൽ പിന്നീട് കണ്ണട ഉപയോഗിക്കേണ്ടി വരുന്നൊരു
അവസ്ഥ ഉണ്ടാവാറുണ്ട്, വളരെ ചെറിയ ശതമാനം ആളുകളിൽ. ഈ കണ്ണടകളും കോണ്ടാക്ട് ലെൻസും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ചില മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് അതൊരു പ്രയാസമായിരിക്കും അല്ലേ? അപ്പൊ ആർക്കൊക്കെയാണ് ഇത് കൂടുതൽ ഗുണകരമായി വരുന്നത്? തീർച്ചയായിട്ടും നമുക്ക് പറയാം, കോണ്ടാക്ട് ലെൻസ് അല്ലെങ്കിൽ ഗ്ലാസ് ഉപയോഗിക്കുന്നത് ഇഷ്ടമില്ലാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അതെ, 18 വയസ്സ് കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട്. അവരിൽ ഏറ്റവും നല്ലൊരു മാർഗ്ഗം തന്നെയാണ് ലാസിക് എന്ന് പറയുന്നത്. പിന്നെ ഹൈ പവർ ഉപയോഗിക്കുമ്പോൾ ഭയങ്കര തിക്നെസ് ആയിരിക്കും നമ്മുടെ ഗ്ലാസ്സിന്. അപ്പം കുട്ടികൾ ഒരുപാട് അപകർഷതാബോധം തോന്നാറുണ്ട്. നമ്മുടെ സ്വന്തം ആത്മവിശ്വാസത്തെ അത് ബാധിക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ലാസിക് എന്ന് പറയുന്നത് വളരെ നല്ലൊരു രീതി തന്നെയാണ്. നമുക്ക് ഗ്ലാസ്സിൽ നിന്നും കോണ്ടാക്ട് ലെൻസിൽ നിന്നും പൂർണ്ണമായിട്ടൊരു മോചനം നമുക്ക് അവിടെ കിട്ടും. അതുപോലെ തന്നെ കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കുന്ന ആളുകളിൽ ചിലപ്പോൾ കോണ്ടാക്ട് ലെൻസിനോട് ടോളറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടാകും. നമുക്ക് പൊടിയാവുന്നതോ അല്ലെങ്കിൽ നമ്മൾ കണ്ണ് തിരുമുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ, ജോലി ആവശ്യമൊക്കെ കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെയുള്ളവരിൽ നമുക്ക് ലാസിക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതുപോലെ തന്നെ ആക്ടേഴ്സ്, മോഡൽസ് അല്ലെങ്കിൽ സ്പോർട്സ് പ്ലേയേഴ്സ്, ഇവരിലൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ഹൈ പവർ ഗ്ലാസ് ഉപയോഗിക്കുന്നതല്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളിൽ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ആർമി, പോലീസ് പോലെയുള്ള ജോബ് റിക്രൂട്ട്മെന്റിന് അവർക്ക് 6 വിഷൻ വിത്തൗട്ട് ഗ്ലാസ് നിർബന്ധമാണ്. അപ്പൊ അങ്ങനെയുള്ളവരിൽ മസ്റ്റ് ആയിട്ട് അവര് പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ലാസിക് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആളുകളിലെല്ലാം ലാസിക് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ സ്പോർട്സ് പ്ലേയേഴ്സിൽ ചെയ്യാന്ന്. പക്ഷെ റെസ്ലിംഗ്, ബോക്സിംഗ് തുടങ്ങിയ സ്പോർട്സ് ഐറ്റംസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കണ്ണിൽ ഡയറക്റ്റ് ആയിട്ട് ഇടി കൊള്ളാനും എന്തെങ്കിലും മുറിവുണ്ടാവാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ കോർണിയയുടെ ഫ്ലാപ്പ് ഇളകി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സ്പോർട്സ് പ്ലേയേഴ്സിലൊന്നും നമ്മൾ അതിൻ്റെതായ റിസ്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ലാസിക് നമ്മൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ലാസിക് ശസ്ത്രക്രിയ ഒരു ദിവസം കൊണ്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. ഒരു 5 മിനിറ്റ് മുതൽ 20 മിനിറ്റിനുള്ളിൽ മാത്രമേ ഇതിന് സമയം വേണ്ടി വരുന്നുള്ളൂ. നമുക്ക് ചെയ്ത് കഴിഞ്ഞ് വൈകുന്നേരം തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. ഇതിന് റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഈ ലാസിക് സർജറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ നമുക്ക് മറ്റ് സർജറികളെ പോലെ ഇതിന് വലിയ റെസ്റ്റിന്റെ ആവശ്യമില്ല. നമുക്ക് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ റുട്ടീൻ കാര്യങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു വരാം. എങ്കിലും 6 വീക്സ് വരെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണമെന്ന് പേഷ്യൻസിനോട് പറയാറുണ്ട്. ലാസിക് ചെയ്യുന്ന സമയത്ത് വേദന ഉണ്ടാവോ? ഇതൊരു വേദനരഹിത ശസ്ത്രക്രിയ ആയിട്ട് തന്നെയാണ് പറയാറുള്ളത്. പിന്നെ നമുക്ക് വേറെന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട്, അതായത് ഫോൺ ഉപയോഗിക്കുന്നതിൽ എന്തെങ്കിലും വിഷമോ അല്ലെങ്കിൽ കുളിക്കാൻ തലയിൽ വെള്ളം ഒഴിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നം അങ്ങനെ ഉണ്ടാവുമോ ചെയ്ത് കഴിഞ്ഞാൽ? പൊതുവെ ലാസിക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് 24 മണിക്കൂറിന് ശേഷം ഫോൺ ഉപയോഗിക്കാമെന്ന് തന്നെയാണ് പറയാറ്. എങ്കിൽ കൂടി നമ്മൾ സ്ക്രീൻ ടൈം വളരെ കുറയ്ക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം സ്ട്രെയിൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ടിവിയും ഫോണും പോലെയുള്ള സ്ക്രീനിന്റെ ടൈം വളരെയധികം ചുരുക്കാം. നമ്മളെ കണ്ണാണ്. അപ്പൊ നമ്മളത് പിന്നെ സർജറി ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ നമുക്ക് ദേഹം കുളിക്കാം. അത് കഴിഞ്ഞ് ഒരു ആഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രം തല കുളിക്കാം. തല കുളിക്കാന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് കണ്ണിലേക്ക് തുള്ളി വെള്ളം ആവാതെ നമ്മൾ ഒരു 6 ആഴ്ച വരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സോപ്പ്, അതുപോലെ തന്നെ ഷേവിംഗ് ലോഷൻ, ഹെയർ സ്പ്രേ, ഇതൊന്നും നമ്മൾ ഒരു 6 ആഴ്ചക്കാലം ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം കണ്ണിലേക്ക് ഡയറക്റ്റ് ആവുന്നത് വളരെയധികം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്വിമ്മിങ് ചെയ്യുന്നത് ഒഴിവാക്കുക. പിന്നെ കണ്ണിൽ ഡയറക്റ്റ് ആയിട്ട് ചൂട് തട്ടുന്നത് അവോയ്ഡ് ചെയ്യുക. കണ്ണിൽ പൊടിയാവുന്നത്, പിന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് ഒരു പരിധിവരെ ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ ബസ്സിന്റെ സൈഡ് സീറ്റിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നത് ഒരു പരിധിവരെ ഒഴിവാക്കുക. അതൊരു പ്ലെയിൻ ഗ്ലാസ് വെക്കുന്നതുകൊണ്ട് പ്ലെയിൻ ഗ്ലാസ് ഉപയോഗിക്കുന്നത് നമ്മൾ നിർദ്ദേശിക്കാറുണ്ട്. യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പ്ലെയിൻ ഗ്ലാസ് ഉപയോഗിക്കണമെന്ന് തന്നെയാണ് നിർദ്ദേശിക്കാറ്. എങ്കിലും ഒരു 6 ആഴ്ച വരെ നമുക്ക് ഒഴിവാക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പം വളരെ ചെറിയ രീതിയിൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഇതിലും ഉണ്ട്. അപ്പൊ ഡ്രൈനസ്, ഇൻഫെക്ഷൻ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്ന പ്രകാരമുള്ള തുള്ളി മരുന്നുകളൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ കണ്ണ് പരിശോധന നടത്തി നമ്മുടെ കണ്ണിന്റെ ആരോഗ്യം ഉറപ്പുവരുത്തുക. ഈ സർജറിക്ക് എത്രത്തോളം ചെലവ് വരും? ലാസിക് പലതരത്തിലുണ്ട്. ഒരു 40,000 രൂപ മുതൽ അങ്ങോട്ട് നമുക്ക് ഈ സർജറിക്ക് കോസ്റ്റ് വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ 6 മാസം അല്ലെങ്കിൽ ഒരു കൊല്ലത്തിനിടക്ക് നമ്മൾ ഗ്ലാസ് അല്ലെങ്കിൽ കോണ്ടാക്ട് ലെൻസ് ചേഞ്ച് വരുത്താറുണ്ട്. ആ ഒരു കോസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 1 ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള നിലയിൽ ഒരു പെർമനന്റ് സൊല്യൂഷൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു വലിയ കോസ്റ്റ് ആവുന്നില്ല. ലാസിക് റിഫ്രാക്റ്റീവ് ഐ സർജറിയെ കുറിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ ഒപ്റ്റോമെട്രിസ്റ്റ് MT ഫിനുഷയുമായുള്ള അഭിമുഖമാണ് നിങ്ങൾ കേട്ടത്.